ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിക്കൊണ്ട് ആരെ നിയമിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മികച്ച പരിശീലകനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണം എന്നാണ് ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അതായത് ഏത് കൊമ്പത്തെ കോച്ച് വന്നിട്ടും കാര്യമില്ല എന്നും മാറേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആണ് എന്നുമാണ് ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. പരിശീലകർക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകാത്തിടത്തോളം കാലം ഏത് മികച്ച പരിശീലകൻ വന്നിട്ടും കാര്യമില്ല എന്നും ഇപ്പോൾ ഒരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരാധകന്റെ അഭിപ്രായം നമുക്ക് എക്സിൽ കാണാം. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മാറേണ്ടത് നമ്മുടെ മാനേജ്മെന്റിന്റെ പോളിസികളാണ്. അത് മാറാതെ ഏത് മികച്ച പരിശീലകനെയും നിയമിച്ചിട്ട് കാര്യമില്ല. പരിശീലകർക്ക് ആവശ്യമായ വിഭവങ്ങൾ, സോഴ്സുകൾ മാനേജ്മെന്റ് നൽകേണ്ടതുണ്ട്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത പരിശീലകൻ ആരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ല. എനിക്ക് താല്പര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം നമ്മുടെ മാനേജ്മെന്റിന്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയാനാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് തന്നെ മാറുമോ എന്നറിയാനാണ്. ഇതാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാറാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ ക്ലബിന്റെ ഉടമസ്ഥത വിൽക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ മാനേജ്മെന്റ് തങ്ങളുടെ ആ ഒരു നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ട കാര്യം. ഒരുപാട് മികച്ച താരങ്ങളെ വിറ്റഴിച്ച് അതിനൊത്ത പകരക്കാരെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു ക്ലബിന്റെ പോളിസി. അതിലാണ് ഇപ്പോൾ അടിയന്തരമായിക്കൊണ്ട് മാറ്റം വരേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.